ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വർക്കിംഗ് വിമന് അതേമാതിരി തന്നെ ബാച്ചിലേഴ്സിന് കുട്ടികൾക്കൊക്കെ എല്ലാവരും ചോദിച്ചിരുന്ന ഈ ഹലോ ഷെഫ് എന്താണെന്ന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇത് പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചേ പറ്റൂ. എനിക്ക് ഫ്രീ ആയിട്ട് ഒരു സാധനവും ഇഷ്ടമല്ല. എന്താണ് ഈ ഹലോ ഷെഫ്? ഹലോ ഷെഫ് എന്ന് പറയുന്ന ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെബ്സൈറ്റ് തുറക്കും. അതിൽ പോയിട്ട് നമുക്ക് എത്ര കലോറി വേണോ, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം, എല്ലാ മീൽ പ്ലാന് സഹിതം നമുക്ക് പോയിട്ട് അതിൽ പോയി സെലക്ട് ചെയ്യാം. എത്ര പേർക്ക് വേണം, ഒരാൾക്കാണോ, ഇനി കൂടെ നിങ്ങളുടെ ആളുണ്ടോ, ഫാമിലിക്കാണോ എന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് പ്രൈസും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻ വരും. ഞാൻ ഒരു 3 വിഭവങ്ങൾ ഒരാൾക്ക് എന്നുള്ള നിലയിൽ ഞാൻ സെലക്ട് ചെയ്ത് എനിക്കിഷ്ടമുള്ള വിഭവങ്ങൾ സെലക്ട് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം 210 ദിർഹമാണ് എനിക്കുണ്ടായത്. ഇതിൽ 210 ദിർഹം കൊടുത്തിട്ട് ഇത്രയൊക്കെ ആക്കണോ എന്ന് ചോദിക്കണവരോട് ഒരു കാര്യം, നമ്മളെ മാതിരി ഫാമിലി ആയിട്ട് താമസിക്കാത്ത ആൾക്കാർക്ക് എന്തൊക്കെ ഒരു സാധനം വാങ്ങിക്കണം, പച്ചക്കറി തൊട്ട് മല്ലി, മുളക്, ഉപ്പ് എന്ന് പറഞ്ഞ മാതിരി എല്ലാം വാങ്ങിക്കണ്ടേ? അതിന് പകരം ഇങ്ങനെ ഒരു സാധനം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന് ഞാൻ എന്നെ അതിശയായിട്ടാണ് ഞാൻ കണ്ടതിട്ടുള്ളൂ. ആ ഒരു ബോക്സ് തുറന്ന സമയത്ത് എൻ്റെ പേരിൽ ഞാൻ എത്ര കലോറിയാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് പ്രകാരം ഒരു ഡയറ്റീഷ്യൻ എഴുതിയിട്ടുള്ള ഒരു കത്ത് അതിലുണ്ടായിരുന്നു. വിനി, നിങ്ങൾ ഇങ്ങനെ ചോദിച്ചതിൻ്റെ പ്രകാരം ഞങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത്ര കലോറിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യാനുള്ള കിറ്റാണ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻ്റെ ഒരു ലെറ്റർ. അതിന് പുറമെ അതിൽ ഓരോന്നും, അതായത് എന്താണ് പറയുക, നമ്മൾ ഉണ്ടാക്കുന്ന ഈ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണ കുട്ടികൾക്ക് ടീസ്പൂൺ എന്താണ്, ടേബിൾ സ്പൂൺ എന്താണ്, അതിൽ തന്നിരിക്കുന്ന മല്ലിപ്പൊടിയുടെ ഇതെന്താണ് എന്നൊന്നും അറിയാത്ത കുറേ പേരുണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനായിട്ട് ഒരു ബുക്ക്, അതിൽ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന 3 സാധനങ്ങൾ എന്തൊക്കെയാണോ അതിൽ ഇടാനുള്ള ഏപ്രിനും ഉണ്ട് കേട്ടുള്ളൂ. ആ സാധനങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പാചക വിധികളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോക്സ് ആയിട്ടാണ് വരാൻ. ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. ഇതുവരെയ്ക്കും ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശരി, ഇനി ഒരു ബോക്സ് എടുത്ത് നോക്കാം. ഞാൻ ചിക്കൻ ടിക്ക മസാലയാണ് ഒരു ബോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബോക്സ് തുറക്കുമ്പോൾ എന്താണ് മക്കളെ, എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് 2 പേർക്ക് വേണ്ട ചോറ്, മല്ലിയില, സലാഡിന് വേണ്ട മല്ലിയില, കുക്കുംബർ, അതായത് ക്രീം, ഈ സാധനം കുക്ക് ചെയ്യാൻ, ചിക്കൻ ടിക്ക കുക്ക് ചെയ്യാൻ എന്തൊക്കെ വേണോ ചിക്കൻ സഹിതം എല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നറിയോ? വഴുതിനിങ്ങ കൊണ്ടൊരു കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വഴുതിനിങ്ങ കൂട്ടാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ ചോറിൻ്റെ കൂടെ അതെല്ലാം തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്ക്, ഇല്ലെങ്കിൽ പെട്ടെന്ന് സ്കൂളിൽ കുട്ടികളാണ് താമസിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പമല്ലേ? എന്തിനാണ് സാധനങ്ങൾ വാങ്ങിക്കണല്ലേ? നമ്മളെമാതിരി ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിൽ അവരും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരാഴ്ചക്ക് വേണ്ട മീൽ പ്ലാൻ അങ്ങോട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ? ഒരു സാധനം, അതായത് ഞാൻ നോക്കിയോടത്ത് ഈ പേപ്പർ നോക്കിയിട്ട് അവർ പറയണ മാതിരി അങ്ങനെ ഇടുക. ഉപ്പ് മാത്രം നമ്മുടെ വീട്ടിൽ മതിയെന്ന് എന്തൊക്കെ ഒരു സാധനമാണ് കണ്ടുപിടിച്ചിരിക്കണത് നോക്കൂ. ഞാൻ എന്തായാലും ചിക്കൻ ടിക്ക മസാല ചെയ്യാന്ന് വിചാരിച്ചു. പാന് വെച്ചു. അവർ തന്നിരിക്കുന്ന പ്രകാരം ഉള്ള സാധനങ്ങൾ മാത്രം ഇട്ടാൽ മതി. അങ്ങോട്ട് ഇടണ്ട. അവർ പറഞ്ഞു ഇത്ര നെയ്യ് ഇടണം, ഈ ഒരു ഉള്ളി ഇടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ നെയ്യ് ഇട്ടു, ഉള്ളി ഇട്ടു. എക്സ്ട്രാ ആയിട്ട് ഉപ്പ് മാത്രമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ആഡ് ചെയ്യണത്. നന്നായിട്ടൊന്ന് വഴറ്റണു. അതും എത്ര മിനിറ്റ് വഴറ്റണം നടക്കാം ആ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് വഴറ്റിയാൽ മതി എന്ന് പറഞ്ഞു. 2 മിനിറ്റ് വഴറ്റി. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ തന്നിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, അതായത് നമ്മൾ വിചാരിക്കും ഈ ഇഞ്ചി വെളുത്തുള്ളി മതിയോ എന്ന്. അല്ല, കറക്റ്റാണ്. ഞാനിങ്ങനെ പരീക്ഷിക്കണ പോലെയല്ലേ ചെയ്യണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക, അമാന്തിച്ചിട്ടാണ് ചെയ്യണ്ടായിരുന്നത്. ആ ഒരു അമാന്തത കണ്ട ഉടനെ നമ്മുടെ അനു വന്നിട്ട് പറഞ്ഞു അവളിങ്ങനെ ഈ ഹലോ ഷെഫിൻ്റെ ബോക്സ് കുക്ക് ചെയ്യുന്ന വീടുകളിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണ് അവൾ എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു പേടിക്കേ വേണ്ട, അവർ തന്നിരിക്കുന്ന കംപ്ലീറ്റ് സാധനം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിൻ, സൂപ്പറായിട്ടുള്ള കറി റെഡിയാവുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത് തന്നെ ചെയ്യാൻ. നമുക്ക് ഈ ടെൻഷൻ കാരണം കൊണ്ടേ എനിക്ക് ഇങ്ങനെ പരിചയമില്ലാത്ത സംഭവങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. നോക്കുമ്പോൾ എന്താണെന്ന്, നല്ല രുചി, നല്ല മണം.
അവർ പറഞ്ഞ എല്ലാ മസാലയും കൊട്ടി. അതേമാതിരി തന്നെ അവർ തന്ന ചിക്കനൊക്കെ ഈസിലി 5 പേര് കഴിച്ചു. അറിയോ, 5 പേർക്കുള്ള ചിക്കൻ ടിക്ക മസാല ഉണ്ടായിരുന്നു ചപ്പാത്തിക്ക്. സൂപ്പറായിരുന്നു, ടേസ്റ്റും സൂപ്പറായിരുന്നു. നല്ല ക്രീമി ടെക്സ്ചർ. നല്ല ചിക്കനൊക്കെ ഇട്ട് നമ്മൾ മുറിച്ച് നല്ല രീതിയിൽ അതിനെ ഒന്ന് വഴറ്റിയിട്ട് ആ മസാല തന്നെ സൂപ്പറായിട്ടുള്ള മണം വരുന്നുണ്ടായിരുന്നു കേട്ടോളൂ. ഇതുപോലെ നല്ല പോലെ വഴറ്റുക. അത് കഴിഞ്ഞതിന് ശേഷം അവർ എത്ര വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 500 ml വെള്ളമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 500 ml വെള്ളം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവുമെന്ന്. അല്ല, കറക്റ്റായിരുന്നു. അത് വെന്ത് തിളച്ച് കുറുകി വന്നതിന് ശേഷം അവർ പറഞ്ഞ ആ ക്രീമും കൂടി ഒഴിച്ച സമയത്ത് നല്ല കറക്റ്റ്. ഇതുപോലെ പല 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 പാചകം അതിൽ ഉണ്ടത്രേ. നമ്മൾക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മീൽ പ്ലാൻ പ്രകാരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് തരും. ഇനി മീൽ പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് കലോറിയും കൂടി കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. പിന്നെ ഈ തന്നിരിക്കുന്ന ക്രീമൊക്കെ ഉണ്ടല്ലോ, വയറിന് ഒരു കേടും വരാതെ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള ക്രീമാണ് അത്ര തന്നിരിക്കുന്നത്. പിന്നെ മുകളിൽ ആ സ്വീറ്റ്നെസ് വരാനായിട്ട് ഓർഗാനിക് ഹണിയും തന്നിട്ടുണ്ടായിരുന്നു. എന്തിന് പറയണ്, ഞാൻ മൊത്തത്തിൽ വിചാരിച്ചു ക്ഷീണമൊക്കെ ആണെന്ന് വെക്കിൻ, ഒരു നേരം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് വെക്കിൻ, മനുവിന് ഇത് വാങ്ങിച്ചു കൊടുത്താൽ അവനുണ്ടാക്കാലോ. ഒരു കുഴപ്പമില്ല കേട്ടോളൂ. പിള്ളേർക്കാണെങ്കിലും ശരി, വർക്കിംഗ് ആണെങ്കിലും ശരി, ബാച്ചിലർ ആണെങ്കിലും ശരി, വീട്ടിലൊരു സാധനം വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല, ഈ ബോക്സ് മാത്രം മതി. അപ്പൊ അതാണ് നമ്മുടെ ഹലോ ഷെഫ് എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. വെബ്സൈറ്റിൽ പോവുക, ഓർഡർ ചെയ്യുക, വേണ്ട കറികളും വേണ്ട ഭക്ഷണങ്ങളും എടുക്കുക, അവനവൻ്റെ കലോറി സെലക്ട് ചെയ്യുക. ഇതുപോലെ ബോക്സ് വരും, ഉള്ളിൽ ബോക്സുകൾ ഉണ്ടാവും, എടുക്കുക, കുക്ക് ചെയ്യുക. എണ്ണ തൊട്ട് എല്ലാ സാധനവും അവിടെ. നമ്മുടെ വീട്ടിൽ കരുതേണ്ടത് വെറും ഉപ്പ് മാത്രം. എന്ത് ഹെൽപ്ഫുൾ ആണല്ലേ ഓരോരുത്തർക്കും. എനിക്ക് എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ എനിക്കിഷ്ടമായി. നിങ്ങൾ മക്കളെ ബാച്ചിലേഴ്സ് ആണോ, നിങ്ങൾ പഠിക്കുകയാണോ, വർക്കിംഗ് ആണോ, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി. നന്നായിട്ടുണ്ട് കേട്ടോളൂ, ടേസ്റ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചോദിച്ച ഓരോരുത്തരോടും, അതായത് ഹലോ ഷെഫിനെ കുറിച്ച് പറയൂ, ഹലോ ഷെഫിനെ കുറിച്ച് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്നറിയോ, യൂട്യൂബിൽ ഏതോ ഒരു ഷെഫിനെ കുറിച്ച് ചോദിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലാഭമല്ലേ. വെറുതെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരാൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്തൊരു കഷ്ടപ്പെടണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഹലോ ഷെഫിൻ്റെ എക്സ്പീരിയൻസ് കമൻറ്റിൽ പറയൂ കേട്ടോളൂ. അപ്പൊ ശരി, നമുക്ക് കാണാം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി, പുതിയ വീഡിയോയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Vinny's Kitchen.